കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡയറ്റീഷ്യൻ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു. അഡോൾസൻസ് അതായത് കൗമാര അവസ്ഥ എന്നത് കുട്ടിക്കാലത്തിൽ നിന്നും പ്രായപൂർത്തിയിലേക്കുള്ള മാറ്റത്തിന്റെ കാലഘട്ടമാണ്. സാധാരണയായി 10 മുതൽ 19 വയസ്സുവരെയുള്ള സമയമാണിത്. കുട്ടികളിൽ ശാരീരിക മാറ്റം നടക്കുന്ന സമയവുമാണ്. ഗ്രോത്ത് സ്പേർട്ട് അഥവാ വേഗത്തിൽ ഉയരം വയ്ക്കുക, ശരീരരൂപത്തിൽ മാറ്റം വരിക, ഹോർമോൺ മാറ്റം നടക്കുക എന്നിങ്ങനെ അനവധി മാറ്റങ്ങളിലൂടെ കുട്ടികൾ കടന്നു പോകുന്നു. അതുപോലെ തന്നെ മാനസികമായും സാമൂഹികമായും മാറ്റങ്ങൾ നടക്കുന്ന സമയവുമാണ്. ഇനി അഡോളസെന്റ് ന്യൂട്രിയൻസ് അഥവാ കൗമാരക്കാലത്തെ പോഷണം എന്നത് ഈ പ്രായത്തിൽ കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്കും ഹോർമോൺ മാറ്റങ്ങൾക്കും ആവശ്യമായ ഭക്ഷണക്രമമാണ്. വളർച്ച അതിവേഗത്തിൽ നടക്കുന്നത് കൊണ്ടുതന്നെ ന്യൂട്രീഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അടുത്ത് നമുക്ക് പ്രധാന പോഷകങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യമായി പ്രോട്ടീൻസ് ശരീരത്തിൻ്റെ മസിൽ, കോശങ്ങൾ, ടിഷ്യൂസ് എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പോഷകമാണ്. സോഴ്സസ് നോക്കുകയാണെങ്കിൽ വെജിറ്റബിൾ സോഴ്സസും നോൺ വെജ് സോഴ്സസും ഉണ്ട്. അതിൽ നോൺ വെജ് സോഴ്സസിൽ നിന്നാണ് നമുക്ക് കൂടുതലായി പ്രോട്ടീൻ കിട്ടുന്നത്. എന്തെന്നാൽ ശരീരത്തിനാവശ്യമായ എല്ലാ അമിനോ ആസിഡ്സും നമുക്ക് നോൺ വെജ് സോഴ്സസിൽ നിന്നും ലഭിക്കുന്നു. പക്ഷേ നോൺ വെജ് പാചകം ചെയ്യുമ്പോൾ എണ്ണയുടെ അളവ് കൂടുതലായാൽ അത് ഹോർമോൺ ചേഞ്ചസിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നോൺ വെജ് പാചകം ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതിയാവും. നോൺ വെജ് സോഴ്സസ് നോക്കുകയാണെങ്കിൽ മീന്, മുട്ട, മാംസം എന്നിവ, അതുപോലെ കടൽ ഭക്ഷണങ്ങൾ ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. വെജ് സോഴ്സ് പയറ്, പരിപ്പ്, സോയ, പനീർ, മഷ്റൂം ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ കൗമാരക്കാരിൽ കൂടുതൽ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, മസിൽ ബിൽഡപ്പിന് പോകുന്ന സമയമാണ്. സോ ക്രിയേറ്റിൻ പോലുള്ള സപ്ലിമെൻ്റ് എടുക്കാനുള്ള ചാൻസസ് കൂടുതലുമാണ്. എന്നാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ക്രിയാറ്റിൻ പോലുള്ള സപ്ലിമെൻ്റ് എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. അടുത്ത പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന്റെ പ്രധാന എനർജി സോഴ്സാണ്. അരി, ഗോതമ്പ്, പഴവർഗ്ഗങ്ങൾ എന്നിവയും ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കപ്പ എന്നുവേണ്ട മണ്ണിനടിയിലുള്ള വെജിറ്റബിൾസിലും നല്ല സോഴ്സസാണ്. കൗമാരക്കാരിൽ കോമണായി കണ്ടുവരുന്നതാണ് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിക്കൊണ്ട് ശരീരഭാരം കുറയ്ക്കുന്ന ഒരു പ്രവണത. പക്ഷേ അത് തെറ്റായ ഒരു പ്രവണതയാണ്. പകരം ആഹാരത്തിന്റെ, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചുകൊണ്ട് ആഹാരം കഴിക്കുകയാണ് ചെയ്യാനുള്ളത്. ചോറിന്റെ അളവ് കുറച്ചുകൊണ്ട് പ്രോട്ടീനും പച്ചക്കറികളും ആവശ്യത്തിന് ഉൾപ്പെടുത്താവുന്നതാണ്. ശരിയായ വ്യായാമം ഉൾപ്പെടുത്തിക്കൊണ്ടും ശരീരഭാരം കുറയ്ക്കാം. വ്യായാമത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് കാർബോഹൈഡ്രേറ്റിന്റെ അളവിലും വ്യത്യാസം വരുന്നതാണ്. അടുത്തതായി ഫാറ്റ് അഥവാ കൊഴുപ്പ് എന്നത് ശരീരത്തിന് ആവശ്യമായ ഒരു പ്രധാന പോഷകമാണ്. ശരീരത്തിന് എനർജി നൽകാനും ഹോർമോൺ ബാലൻസ് ചെയ്യാനും ബ്രെയിൻ ഹെൽത്തിനും ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആയ ADEK യുടെ ആഗിരണത്തിനും സഹായിക്കുന്നു. ശരീരഭാരം കുറയ്ക്കാനായി ഫാറ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പകരം അൺഹെൽത്തി ഫാറ്റ്സ് അഥവാ മോശം കൊഴുപ്പാണ് ഒഴിവാക്കേണ്ടത്. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരസാധനങ്ങൾ ഒഴിവാക്കുക. പകരം നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള നട്ട്സ്, സീഡ്സ്, മീന് എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായി വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇവ രണ്ടും ശരീരത്തിൽ ചെറിയ അളവിൽ വേണ്ടതാണെങ്കിലും ശരീരത്തിന്റെ വളർച്ചയിലും ആരോഗ്യത്തിലും വളരെ പ്രധാന പങ്കുവഹിക്കുന്നു. ആദ്യം നമുക്ക് വൈറ്റമിൻസ് നോക്കാം. വൈറ്റമിൻ എ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്. ക്യാരറ്റ്, ചീര എന്നിവ പ്രധാന സോഴ്സുകളാണ്. വൈറ്റമിൻ ബി എനർജി പ്രൊഡക്ഷനും നാഡികളുടെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. മുട്ടയിലും ധാന്യങ്ങളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ സി ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. സിട്രസ് ഫ്രൂട്ട്സിലും, അതായത് പുളിപ്പുള്ള ഫ്രൂട്ട്സിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. നാരങ്ങ, ഓറഞ്ച് ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. പേരയ്ക്കായും നെല്ലിക്കായും വൈറ്റമിൻ സിയുടെ പ്രധാന സോഴ്സസാണ്. വൈറ്റമിൻ ഡി കാൽഷ്യം ശരീരത്തിൽ അബ്സോർപ്ഷൻ ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. പൊതുവെ വൈറ്റമിൻ ഡി ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും വൈറ്റമിൻ ഡി പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വൈറ്റമിൻ ഇ സ്കിൻ ഹെൽത്തിനും മുടിയുടെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. നട്ട്സിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു.
ഇനി വൈറ്റമിൻ ശരീരത്തിൽ കുറഞ്ഞാൽ ക്ഷീണവും പ്രതിരോധശേഷിക്കുറവും അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ ദിവസവും പഴവും പച്ചക്കറികളും നട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അടുത്തതായി മിനറൽസ്. ശരീരത്തിൽ വളരെ ചെറിയ അളവിൽ ആവശ്യമാണെങ്കിലും എല്ലുകളുടെയും പല്ലുകളുടെയും ശരിയായ പ്രവർത്തനത്തിനും രക്തം, മസിൽ, നാഡീപ്രവർത്തനം എന്നിവയ്ക്കും വളരെ പ്രധാന പങ്കുവഹിക്കുന്നു. പ്രധാന മിനറൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാൽഷ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തിക്ക് വളരെ അത്യാവശ്യമാണ്. പാല്, തൈര്, ചെറുമീൻ എന്നിവ വളരെ നല്ല സോഴ്സസാണ്. അയൺ രക്തത്തിനും ഹീമോഗ്ലോബിനും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ചീരയും മാംസവും വളരെ നല്ല സോഴ്സസാണ്. പൊട്ടാഷ്യം പഴവും പച്ചക്കറികളും വളരെ നല്ല സോഴ്സസാണ്. പൊട്ടാഷ്യം മസിലിന്റെയും നെർവിന്റെയും പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. സിങ്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് അത്യാവശ്യമാണ്. നട്ട്സിലും മാംസത്തിലും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. മഗ്നീഷ്യം മസിൽ റിലാക്സേഷനും എനർജി പ്രൊഡക്ഷനും അത്യാവശ്യമാണ്. ധാന്യങ്ങളിലും നട്ട്സിലും അടങ്ങിയിരിക്കുന്നു. അടുത്തതായി ഫൈബർ അഥവാ നാരുകൾ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം തടയുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും നാരുകൾ പ്രധാന പങ്കുവഹിക്കുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയിലെല്ലാം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അടുത്തതായി വെള്ളം. ശരീരത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകമാണ് വെള്ളം. നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം 60% വരെ വെള്ളമാണ്. ശരീര താപനില നിയന്ത്രിക്കാനും പോഷകങ്ങൾ ശരീരത്തിൽ എത്തിക്കാനും മാലിന്യങ്ങൾ മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും നീക്കം ചെയ്യാനും ബ്രെയിൻ ഫംഗ്ഷനും മസിലിന്റെ പ്രവർത്തനത്തിനും എല്ലാം വെള്ളം പ്രധാന പങ്ക് വഹിക്കുന്നു. ദിവസവും 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. അടുത്തതായി പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് എന്നത് കുടലിലുള്ള നല്ല ബാക്ടീരിയ ആണ്. അതുപോലെ ബാക്ടീരിയ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴിയും നമുക്ക് പ്രോബയോട്ടിക്സ് കിട്ടുന്നു. ഡെയിലി പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് വഴി ദഹനം മെച്ചപ്പെടുത്താനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും മലബന്ധം, ബ്ലോട്ടിംഗ് എന്നിവ കുറയ്ക്കാനും ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. തൈര്, മോര്, ഫെർമെന്റഡ് ഫുഡ്, ഹോം മെയ്ഡ് പിക്കിൾസ് എന്നിവ പ്രോബയോട്ടിക്സിന്റെ നല്ല സോഴ്സസ് ആണ്. ഇതുവരെ നമ്മൾ ആഹാരത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ആഹാരത്തോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വ്യായാമവും. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ വ്യായാമം ശീലമാക്കുക. ഇത് മസിൽ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരഭാരം നിയന്ത്രിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതെ ഒരു പരിധിവരെ തടയുകയും ചെയ്യുന്നു. ഫിറ്റ്നസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ മാനസിക ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു. കൗമാരക്കാലം എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചാ ഘട്ടമാണ്. ഈ സമയത്ത് ശരിയായ പോഷണം ലഭിച്ചാൽ മാത്രമേ ശരീരവും മനസ്സും ആരോഗ്യമായി വികസിക്കുകയുള്ളൂ. അതിനാൽ ബാലൻസ്ഡ് ഡയറ്റ്, ശരിയായ വ്യായാമം, നല്ല ജീവിതശൈലി എന്നിവ പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് നാം ശ്രദ്ധിക്കുന്ന ചെറിയ മാറ്റങ്ങൾ നാളെയുടെ ആരോഗ്യകരമായ ജീവിതത്തിന് വലിയ അടിത്തറ പാകുകയും ചെയ്യും. കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ കീർത്തി എൽ ദാസ്. സൂര്യാഘാതത്തിൽ നിന്നും രക്ഷ നേടാൻ പരുത്തി തുണികൾ ഉപയോഗിക്കുകയും ഇറുകിയ വസ്ത്രധാരണ രീതി ഉപേക്ഷിക്കുകയും വേണം. ഡോക്ടർ എസ് ബിമൽകുമാർ. കഴിവതും ചൂട് സമയം യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാതിരിക്കുക. ജോലി സ്ഥലങ്ങളിലും വീടുകളിലും വായു സഞ്ചാരം ഉറപ്പാക്കുക. ദിവസവും 2 പ്രാവശ്യമെങ്കിലും ശരീരം കഴുകുന്നതും ബോഡി ലോഷൻ, ടാൽക്കം പൗഡർ ഇവ ഉപയോഗിക്കുന്നതും നല്ലതാണ്. പ്രകാശധാര